ഹലോ, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് കുന്തിദേവി എന്ന പുസ്തകത്തിനെ കുറിച്ചാണ്. കുന്തിദേവി എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് എം.കെ. സാനു. ഇദ്ദേഹം ഒരു സാഹിത്യ പ്രവർത്തകനാണ്, എഴുത്തുകാരനാണ്. എം.കെ. സാനു ഒരുപാട് സാഹിത്യ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, വിമർശനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ആത്മകഥയുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നോവലാണ് കുന്തിദേവി എന്ന പുസ്തകം. ഈ പേര് പോലെ തന്നെ കുന്തിദേവി ആരാണ്? മഹാഭാരതത്തിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് കുന്തിദേവി. ഓക്കെ, മഹാഭാരതം മുഴുവൻ കഥ മുഴുവൻ ഉടനീളമുള്ള ഒരു കഥാപാത്രമാണ് കുന്തിദേവി. അപ്പോൾ ഈ കുന്തിദേവി എന്ന കഥാപാത്രത്തിലൂടെ മഹാഭാരതത്തിൻ്റെ മറ്റൊരു പേഴ്സ്പെക്റ്റീവാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതും ഒരു സ്ത്രീയുടെ പേഴ്സ്പെക്റ്റീവാണ് കാണിച്ചു തരുന്നത്. മഹാഭാരതത്തിലെ മൊത്തം സ്ത്രീകളുടെയും അവസ്ഥ ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം പ്രസൻറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കുന്തിദേവി ശൂരസേനൻ്റെ മകളായ പൃഥ എന്ന പേരായിരുന്നു കുന്തിദേവിക്ക് ഉണ്ടായിരുന്നത്. ശൂരസേനൻ്റെ മകളായിരുന്നു അവർ പൃഥ എന്ന പേരിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവരെന്ന് വെച്ചാൽ വളരെയധികം പ്രകൃതിയായിട്ട് ഇണങ്ങിയിട്ട് മറ്റ് ജീവജാലങ്ങളോടൊക്കെ തന്നെ, മനുഷ്യരെ പോലെ തന്നെ പ്രകൃതിയിലുള്ള മറ്റ് ജീവജാലങ്ങളോടും കൂട്ടുകൂടി കളിച്ചൊക്കെ നടക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അവർ കുന്തിഭോജ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പറിച്ചു നടപ്പെടുന്നു. അതായത് ആ രാജാവിൻ്റെ ദത്തുപുത്രിയായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് അവരെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ പൃഥയുടെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം മകള് അത്രയും ഒരു ഉയർന്ന സാഹചര്യത്തിലേക്ക് മാറ്റപ്പെടുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതം മാറുകയാണ്, കുട്ടിയുടെ ജീവിതം മാറുകയാണ്. അപ്പോൾ അവർ അതിനെ അനുവദിക്കുകയും ആ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് അവളെ വളർത്താൻ വേണ്ടി അനുമതി നൽകുകയും അങ്ങനെ അവളുടെ ജീവിതം തന്നെ, ജീവിത രീതിയും ജീവിതമൊക്കെ തന്നെ ആ ഒരു പറിച്ചുനടിയിലാണ് കുട്ടിക്കാലത്തെ അവർക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ എന്താ പറയുക, ഈ പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിച്ച യാതൊരു തരത്തിലുള്ള എന്താ പറയുക ഒരു കൺജങ്ഷനോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സർക്കംസ്റ്റാൻസസ് അവർക്ക് ഉണ്ടായിട്ടില്ല, ഒരു സാഹചര്യം അവർക്ക് ഉണ്ടായിട്ടില്ല. അപ്പം അവർ പെട്ടെന്ന് തന്നെ എല്ലാ പ്രിവിലേജസും ഉള്ളതായിട്ട് ഒരാളായിട്ട് മാറുന്നു. അപ്പോൾ ഈ കൊട്ടാരത്തിലേക്ക് പോകുന്ന സമയത്തുള്ളതും അതിനുശേഷം അവിടെ ജീവിക്കുമ്പോഴുള്ളതുമായിട്ടുള്ള മനക്ലേശങ്ങളൊക്കെ ഇതിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. ഈ ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് യുദ്ധഭൂമിയിലെ ഒരു രംഗം വെച്ചിട്ടാണ്. അതായത് യുദ്ധം കഴിഞ്ഞതിന് ശേഷമുള്ള മഹാഭാരതത്തിലെ പല കഥാപാത്രങ്ങളുടെയും അവസ്ഥ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ പുസ്തകം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പുസ്തകത്തിലേക്ക് എന്നെ ആകർഷിച്ചൊരു ഘടകം ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ഒരു വാചകമാണ്: സ്ത്രീത്വത്തെ അപമാനിക്കുമ്പോൾ നിങ്ങൾ ലോകത്തിലെ എല്ലാ അമ്മമാരെയുമാണ് അപമാനിക്കുന്നത്. അമ്മമാരുടെ ശാപം ആ പാപകർമ്മത്തിൽ പതിയും. ഈ ഒരൊറ്റ ലൈന് മതി ഈ ഒരു പുസ്തകത്തിൻ്റെ മൊത്തം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്. ഈ ഒരൊറ്റ ലൈന് മതി നമ്മളുടെ ഈ പുസ്തകം എടുക്കാൻ വേണ്ടിയിട്ട്, ഇതിലെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഈ പുസ്തകം എന്ന് പറയുന്നത്. ഈ പുസ്തകത്തിലൂടെ അവർ ഒരു സ്ത്രീയുടെ, അദ്ദേഹം എം.കെ. സാനു എന്ന എഴുത്തുകാരൻ ഒരു സ്ത്രീയുടെ മനോവികാരങ്ങളെയാണ് അവതരിപ്പിക്കുന്നത്. ഒരു രാജകൊട്ടാരത്തിൽ ജീവിക്കുമ്പോഴും എല്ലാ സുഖ സൗകര്യങ്ങളിലും ജീവിക്കുമ്പോഴും അവർക്ക് അവരുടേതായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അവർക്ക് ഓൾറെഡി എല്ലാവർക്കും അറിയാം കുന്തിദേവിയെക്കുറിച്ച്. അതായത് സൂര്യഭഗവാനിൽ ആകൃഷ്ടയാവുകയും അതിലൊരു കുഞ്ഞുണ്ടാവുകയും ആ കുഞ്ഞിനെ പുറം ലോകത്ത് കാണിക്കാനാവാതെ ജീവിക്കുന്ന ഒരു കുറ്റബോധത്തോടെയുള്ളൊരു മാതൃത്വം അവർക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ആ ഒരു മകൻ്റെ മൃതദേഹത്തിന് മുന്നിൽ വെച്ചിട്ടാണ് അവർക്ക് പറയാൻ കഴിയുന്നത് ഇതെൻ്റെ മകനാണെന്നുള്ളത്. അപ്പോൾ അത്രയ്ക്കും കാലം അവർ ഉള്ളിൽ കൊണ്ടു നടന്ന കുറ്റബോധം എന്താണ്, ഒരാളുടെ കൂടെ ജീവിക്കുമ്പോൾ മറ്റൊരാളെ താൻ പ്രണയിച്ചതാണ് എന്നുള്ളത് തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥ, തൻ്റെ മക്കളെ വളർത്തുമ്പോഴും താൻ വേദന, അതായത് ഒരു മാതൃത്വത്തിൻ്റെ എല്ലാ രീതിയിലുള്ള അവസ്ഥകളിലൂടെ ഓൾറെഡി കടന്നു പോയിട്ട് പോലും ആ മകന് അല്ലെങ്കിൽ ആ കുട്ടിക്ക് സ്നേഹം നൽകാൻ കഴിയാതെ മറ്റുള്ള മക്കളെ നോക്കുമ്പോഴുള്ള ഒരു കുറ്റബോധം. പിന്നെ അതേപോലെ തന്നെ താനൊരു അമ്മയും ഭാര്യയും, അതായത് ഒരു സ്ത്രീയുടെ എല്ലാ രീതിയിലുള്ള ഒരു ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും തൻ്റെ മരുമകളായിട്ടുള്ള പാഞ്ചാലി തൻ്റെ മുന്നിൽ വെച്ച് അപമാനിക്കപ്പെട്ടപ്പോൾ തനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് മനോവികാരങ്ങൾ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇതൊരു നല്ല വായനയാണ്. പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ വായിക്കാൻ, ഒരു സ്ത്രീയെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക്
ഏറ്റവും നല്ല റീഡിംഗ് ആണ് കുന്തിദേവി. സോ ഉറപ്പായിട്ടും ഈ പുസ്തകം തിരഞ്ഞെടുക്കണം. ഒരു എനിക്ക് തോന്നുന്നു മഹാഭാരതത്തിൻ്റെ ഒരുപാട് പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ട്. അപ്പോൾ ഇതൊരു മഹാഭാരതം പേഴ്സ്പെക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ യെസ് ആണ്. പക്ഷേ പ്രധാനപ്പെട്ട ചില സംഭവങ്ങളാണ് മഹാഭാരതത്തിലെ കുന്തിദേവിയായിട്ട് കണക്ട് ചെയ്യുന്ന ചില സംഭവങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഒരു നല്ല ഒരു സ്ത്രീയുടെ ജീവിതവും സ്ത്രീയുടെ മനോവികാരമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ഇത്. നിങ്ങൾക്ക് നല്ലൊരു ജേണി ആയിരിക്കും. ഒരു സ്ത്രീയുടെ ജീവിതത്തിലൂടെയും അവരുടെ ചിന്തകളിലൂടെയുള്ള നല്ലൊരു ജേണി ആയിരിക്കും. സോ ഹാപ്പി റീഡിങ്. താങ്ക് യു. ബൈ.